വാവേ വീഡിയോ എടുക്കാൻ തുടങ്ങിയോ? ഞാനല്ലേ അതേ വീഡിയോ എടുക്കണേ. വീഡിയോ തുടങ്ങിയോ? എന്നാൽ ശരി, എന്നാൽ വീഡിയോ കാട്ടിക്കൊടുത്തോ. ഞാനല്ലേ അതന്നെ കാണിച്ചു കൊടുത്തോ. ഇല്ല അത്രേ. എത്തിയോ? അപ്പോൾ ഇനി നേരം വൈകിക്കണ്ട, സ്റ്റാർട്ട് ചെയ്യാം. രുദ്രാക്ഷവ ധരിസിത പരമ വൈഷ്ണവനു നീ. വീട് കണ്ടോ? എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പോൾ വെൽക്കം ടു VMC മലയാളം. VMC എന്നാൽ വെജിറ്റേറിയൻ മെഡിറ്റേഷൻ ചാനൽ. പറയാൻ നന്ദി മാത്രമേ ഉള്ളൂ കണ്ണാ, അത് പറഞ്ഞാൽ തീരൂല്ല. ഈ വീടിങ്ങനെ പരിപൂർണമായിട്ട് പണിയാവാൻ, അതുപോലെ പിരമിഡൊക്കെ കെട്ടാൻ മഹാദേവൻ്റെ സർവേശ്വരൻ്റെ അനുഗ്രഹവും പ്രകൃതിയുടെ അനുഗ്രഹവും പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹവും പരമഗുരുക്കന്മാരുടെ അനുഗ്രഹവും മാതാപിതാക്കളുടെ അനുഗ്രഹവും അതേപോലെ ഈ ധ്യാനത്തിൻ്റെ അനുഗ്രഹവും മാതാപിതാക്കളുടെ അനുഗ്രഹവും അതേപോലെ ഈ ധ്യാനത്തിലൂടെ പവിത്രമായ തിരിച്ചറിവോടുകൂടി ശ്രദ്ധയോടെ സാധന ചെയ്ത് ഒരുപാട് ദിവ്യമായിട്ടുള്ള മാറ്റങ്ങൾ സ്വാനുഭവത്തിൽ വന്ന ഓരോ ദിവ്യാത്മസ്വരൂപരുടെ സഹായ സഹകാരങ്ങളും ഒക്കെ കൂടിയിട്ട് ഈ ഒരു വീട് യൂണിവേഴ്സ് നമുക്ക് തന്ന സമ്മാനമാണ്. അതായത് സത്യസന്ധമായിട്ട് സാധന ചെയ്യാനും സത്യത്തെ മാത്രം പ്രചരിപ്പിക്കാനും സത്യത്തെയും ധർമ്മത്തെ അഹിംസയും പ്രചരിപ്പിക്കാനാണ് പരമഗുരു പറഞ്ഞത്. അപ്പോൾ ചെയ്യേണ്ടത് ചെയ്താൽ കിട്ടേണ്ടത് കിട്ടും എന്ന് പത്രിജി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെയ്യേണ്ടത് ചെയ്തു പോയി, അംഗീകരിച്ച് പോയി. ഇന്നിപ്പോൾ വീടായി, VMCക്ക് ഒരു ആസ്ഥാന മന്ദിരമായി. സന്തോഷം, നന്ദി മാത്രമേ ഉള്ളൂ. എല്ലാത്തിനും നന്ദി, എല്ലാവരോടും നന്ദി. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പറയും. ബാക്കിയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇനി വീടിൻ്റെ കാര്യം പറയാം. അപ്പോൾ വീടിന് നമ്മൾ, അതായത് യൂണിവേഴ്സ് നമുക്ക് എല്ലാം പ്രപഞ്ചം തന്നെയാണ് തിരഞ്ഞെടുത്തത്. ഈ വീട് എവിടെ വേണം, എവിടെയാണ് ഞങ്ങൾ സെറ്റിൽ ആവേണ്ടതെന്നൊക്കെ. അതേപോലെ തന്നെ ഞങ്ങൾ അന്വേഷിച്ചിട്ടെന്ന് പറഞ്ഞ പോലെ പ്രകാശൻജി വന്നു. അദ്ദേഹമാണ് കോൺട്രാക്ടർ. വളരെ ഫ്ലെക്സിബിളായിട്ടുള്ളൊരു കോൺട്രാക്ടറെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അതായത് ഞങ്ങളുടെ കൊച്ചു വലിയ സ്വപ്നങ്ങളൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. കൊച്ചു കാര്യങ്ങൾ, കുട്ടികൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ മൈന്യൂട്ടായിട്ട് അതിനൊക്കെ വളരെ ആദരിച്ചിട്ട് അതിനെ പെർഫെക്റ്റായിട്ട് ഞങ്ങൾക്ക് ചെയ്തു തന്നു. TK കൺസ്ട്രക്ഷൻസ്. ഓക്കെ, അപ്പോൾ അതാണ് അവരുടെ കമ്പനിയുടെ പേര്. അതിൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ നമുക്ക് കൊടുക്കാം കേട്ടോ. പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇല്ലാത്ത പണിക്കാരില്ല. അപ്പോൾ നമ്മളുടെ കിണർ കണ്ടാൽ മനസ്സിലാവും, അതേപോലെ പിരമിഡ് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ പിരമിഡിൻ്റെ ആൾക്കാരെ നമ്മൾ ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവന്നാണെങ്കിലും അതിങ്ങനെ പെർഫെക്റ്റായിട്ട് നമ്മൾക്ക് ചെയ്തു തരണ്ടേ. പിന്നെ എല്ലാം ഒരു ആൾ ഇൻ വൺ ആണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അടുത്ത് എല്ലാവരും ഉണ്ട്. അതേപോലെ നമ്മുടെ ഫുഡിൻ്റെ അത് അദ്ദേഹത്തിൻ്റെ ഒരു കസിൻ ബ്രദറാണ്, അത് ധർമ്മേഷ്ജി. അദ്ദേഹം അത് പ്രകാശൻജി ഏൽപ്പിച്ച് തന്ന കാര്യങ്ങളൊക്കെ അത്രയും പെർഫെക്റ്റ് ആവും എന്നുള്ളത് വീണ്ടും നിരൂപിച്ചു. നമ്മൾ ആ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ വിത്തൗട്ട് വെള്ളുള്ളി അത്രയും ഫെൻറ്റാസ്റ്റിക് ആയിട്ടുള്ള ഒരു ബൊഫെ, അതായത് വെജിറ്റേറിയനിൽ അത്രയും വെറൈറ്റീസായിട്ട്
എന്താ പറയുക, വെൽക്കം ഡ്രിങ്ക്സ് മുതൽ ആ ഒരു ഫുഡ് എല്ലാവരും സംതൃപ്തരായി. അതായത് ഇത്രയും നല്ലൊരു ഫുഡ് ഞങ്ങൾ അതായത് സദ്യ കഴിച്ചിട്ടുണ്ട്, ഓക്കെ, പക്ഷേ ഇത്രയും നല്ലൊരു വെജിറ്റേറിയനിൽ ഇത്രയും വെറൈറ്റിയിൽ ഇത്രയും ഫുഡ് ഉണ്ടാവുമെന്ന് ഓരോരുത്തരും പറയുന്ന രീതിയിൽ നമ്മളുടെ ആ ഒരു എന്താ പറയുക സങ്കല്പത്തെ പരിപൂർണ്ണമാക്കി തരാൻ ധർമ്മേഷ് ജിക്കും സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറും കാറ്ററിങ്സിൻ്റെ നമ്മൾ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ നമ്മളുടെ കോൺട്രാക്ടറെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കംഫർട്ടായിട്ടുണ്ടായിരുന്നു അല്ലേ സു? ഞങ്ങളൊരിക്കലും ടെൻഷൻ ആക്കിയിട്ടില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഓരോ കാറ്റഗറീസ്, പെയിൻറ്റിങ്, അതേപോലെ ചെത്തിത്തേപ്പ്, പടവ്, ഓരോ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, വളരെ എന്താ പറയുക കൂളായിട്ട് വളരെ ഹാപ്പി ആയിട്ടുള്ള ആ ഒരു യൂണിറ്റി വർക്ക്. പെയിൻറ്റിങ്ങൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് അത് കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെയും പേര് പറയുകയാണെന്ന് വെച്ചാൽ ഒരുപാട് പേര് പറയാണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ വീടിൻ്റെ കൺസ്ട്രക്ഷന് വന്നിട്ടുള്ള ഓരോ ദിവ്യാത്മ സ്വരൂപർ അവരൊന്നും സാധാരണ ആൾക്കാരല്ല. അവരൊക്കെ അത്രയും എന്താ പറയുക ആർട്ടിസ്റ്റുകളാണ്. ആർട്ടിസ്റ്റുകളുടെ ഒരു സമൂഹത്തെയാണ് പ്രകൃതി നമ്മൾക്ക് ഇവിടെ കൊണ്ടുവന്ന് തന്നത്. പിന്നെ ഈ വീട് കുടിയിരിക്കലിൻ്റെ മുമ്പ് തന്നെ ആയിട്ട് ഇനിയിപ്പോൾ സീമാജി സുഭാഷ് എന്ത് ചെയ്യും, കുട്ടികൾ അവർക്ക് പരിചയമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹൗസ് ഓണർ അമ്മയാവട്ടെ, അതേപോലെ പിരായിരി പാലക്കാട്ടത്തെ നമ്മുടെ കനകമ്മ, ജയശ്രീ ചേച്ചി, ഷൈന്, ബിനി ചേച്ചി എറണാകുളത്തു നിന്ന് വന്നിട്ട്, പിന്നെ അതേപോലെ കോയമ്പത്തൂരിൽ നിന്ന് പ്രഭ ചേച്ചിയും ബിന്ദുവും സുജാത ചേച്ചിയും എല്ലാവരും വന്നിട്ട് അവരങ്ങ് ഏറ്റെടുക്കുമായിരുന്നു കേട്ടോ. അതേപോലെ സുഭാഷ് ഏട്ടൻ്റെ ചേച്ചി, അത് പാവം, അതെപ്പോൾ മുതലാണ് വെച്ചാലും എന്താ പറയുക എല്ലാവരും കൂടിയിട്ട് എന്താ പറയുക ഒരു ഉത്സവമായിരുന്നു അല്ലേ കണ്ണവിടെ. പിന്നെ ദിവ്യാത്മ സ്വരൂപർ ഓരോ ജില്ലയിൽ നിന്നും വന്നിട്ട് അയ്യോ സീമാജിക്കൊരു വീട്, അത് അവരുടെയും കൂടെ സ്വപ്നമായിരുന്നു. ഓരോ ദിവ്യാത്മ സ്വരൂപരും അവരുടെ വീട് പോലെയാണ് അവർ ഓടി വന്നത് അല്ലേ കണ്ണ. ഒരുപാട് കേട്ടോ, ഒരുപാട് പേര് വന്നിട്ട് അവരുടെയൊക്കെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ ഇന്ന് കഴിയില്ല, അത്രയും അതായത് അവരുടെ വീടാണിത്, അവരുടെ സ്വപ്നം നിറവേറിയ പോലെയായിരുന്നു അത്. അതായത് ഞങ്ങളെ ഒന്നും അറിയിക്കാതെ, ഒരു ടെൻഷനും ഞങ്ങൾക്ക് അറിയാതെ, ഞങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ സാധനങ്ങൾ വേണോ, എന്തൊക്കെയാണ് വരുന്നവർക്ക് കൊടുക്കേണ്ടതെന്നുള്ള പോലും തീരുമാനങ്ങൾ ഞങ്ങളെ അറിയിക്കാതെ അത്രയും ഞങ്ങളെ കൂളാക്കിയിട്ട് ഡീൽ ചെയ്തു. പിന്നെ വന്നുള്ള ആൾക്കാർക്കും അതെ അത്രയും സന്തോഷമായി. അതായത് വീടാണെങ്കിലും അതേപോലെ റിസീവിങ് ആണെങ്കിലും അതേപോലെ ഇവിടെയുള്ള പ്രശാന്ത സുന്ദരമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണെങ്കിലും ഇത്രയും ക്ഷേത്രങ്ങൾ, ക്ഷേത്രക്കുളങ്ങൾ, പാടങ്ങളും വയലുകളും അതേപോലെ തന്നെ പുഴകളും അല്ലേ പ്രകൃതിയൊക്കെ ആയിട്ടുള്ള, അതുകൊണ്ട് തന്നെ അതേപോലെ അടുത്ത വീട്ടുകാരുടെ ആ ഒരു നമ്മളുമായിട്ടുള്ള ഈ ഒരു ദേശത്തിലുള്ള എല്ലാവരും ആയിട്ടുള്ള നമ്മളുടെ ഓരോ കാര്യങ്ങളും നമ്മളെ അയൽപ്പക്കക്കാരെ കുറിച്ചിട്ടാണെങ്കിലും എല്ലാവരും ഹാപ്പിയാണ്, എല്ലാവരും വളരെ വളരെ സംതൃപ്തിയാണ്. പറഞ്ഞു തുടങ്ങിയാൽ ചിലപ്പോൾ അതെ ഒരുപാടുണ്ട്, അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. നിങ്ങളിലൂടെ ഈ സൗഭാഗ്യം പ്രകൃതി ഞങ്ങളിലേക്ക് എത്തിച്ചത് അവസാന ശ്വാസം വരെ നന്ദി ഉണ്ടായിരിക്കും. സത്യത്തിനും ധർമ്മത്തിനും അഹിംസയ്ക്കും വേണ്ടി ഞങ്ങളുടെ ജീവിതം നീക്കി വെച്ചതിന് പ്രകൃതി തന്ന ആ ഒരു ആദരവ് തന്നെയാണിത് അല്ലേ. അല്ലാതെ എന്താ പറയുക, ഇത് നമ്മൾ പ്രതീക്ഷിച്ചതല്ല, നമ്മൾ പ്രതീക്ഷിച്ചിട്ടുമില്ല. ഒന്നും പ്രതീക്ഷിക്കരുത് എന്നാണ് പരമഗുരു പറഞ്ഞത്. ആധ്യാത്മികതയിൽ പ്രതീക്ഷകൾ പാടില്ല എന്ന് പറഞ്ഞു. പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രഗതി സുനായാസം നടക്കില്ല. സോ പ്രതീക്ഷിക്കാത്തതുകൊണ്ട് സങ്കല്പരഹിത ധ്യാനമാണ്, ധ്യാനത്തിനായിട്ട് മാത്രം ധ്യാനം ചെയ്തു. അന്തരംഗ ശുദ്ധിയുമായിരുന്നു നമ്മളുടെ ആ ഒരു മെയിൻ ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ധ്യാന ജഗത്തിന് വേണ്ടി, സസ്യാഹാര ജഗത്തിന് വേണ്ടി, പിരമിഡ് ജഗത്തിന് വേണ്ടി പരമഗുരു പത്രിജി പറഞ്ഞ ആ മാർഗത്തിൽ മുന്നോട്ട് നടക്കുമ്പോൾ നമുക്ക് പ്രകൃതി തന്ന ദിവ്യ സന്മാനങ്ങളാണിതൊക്കെ. അവാർഡ് തന്നെ അല്ലേ, അവാർഡ് ചടങ്ങ് പോലെ തോന്നി. എത്രയും ദിവ്യാത്മ സ്വരൂപരുടെ മുമ്പിൽ നമുക്കൊരു എന്താ പറയുക, ഇത്രയും ദിവ്യമായിട്ടുള്ള സന്മാനം ആദരവ് നമ്മളോട് തിരിച്ചു തന്നത്, അതിന് നന്ദി ഉണ്ടായിരിക്കും അവസാന ശ്വാസം വരെ. വീണ്ടും ഈ പാത്തിൽ സത്യസന്ധമായിട്ട് മുന്നോട്ട് പോവാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കും. നന്ദി. താങ്ക് യു. യെസ്.